ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിനകത്ത് പോവാം. പ്രിയ പറഞ്ഞായിരുന്നു എന്താ മാരേജ് ഡേറ്റ് ചെയ്യാൻ നോക്കാം എന്ന് പറഞ്ഞായിരുന്നു. ശരി, ഓക്കെ, നമുക്ക് ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ ഇവിടുന്ന് ഷുഗർ ശ്രദ്ധിച്ചാണ്. ഷുഗർക്ക് ദേഷ്യം വന്നായിരുന്നു. അങ്ങനെ ആ കുട്ടികൾ പല പറഞ്ഞായിരുന്നു. ഷുഗർ പറഞ്ഞു എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ ആ കുട്ടി അവിടുന്ന് പോയി. ഷുഗർ അമ്മ പറഞ്ഞു, അമ്മ മിണ്ടാതെ. ഷുഗർക്ക് അമ്മയെ കോൾ ചെയ്ത് പറഞ്ഞു. ഷുഗർ പറഞ്ഞു, അമ്മ കോൾ ചെയ്ത് പറഞ്ഞു. ആ കുട്ടി എന്തിടാ ഷുഗർക്ക് പറയുന്നു. ഷുഗർ ടെൻഷനായി പറഞ്ഞു എനിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ശരിടാ. അങ്ങനെ ഷുഗർ അങ്ങനെയായിട്ട് അവിടുന്ന് പോയി വീട്ടിൽ പോയി. മോളെ ആ ചെക്കനിക്ക് ഇൻട്രസ്റ്റ് അമ്മ എനിക്ക് ഈ ചെറുക്കൻ സെറ്റാവില്ല. അങ്ങനെ ആ ചെക്കനും കുഞ്ഞു പിടിച്ചിട്ടല്ലോ മോളെ അങ്ങനെ പറഞ്ഞു. മോളെ ഒരു കാര്യം പറഞ്ഞുണ്ടു. എൻ്റെ അമ്മ നാളെ തന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അമ്മ എന്താ പറയുന്നു? ശരി മോളെ. അങ്ങനെ രാവിലെ നന്നായിട്ട് ഉറങ്ങി. അങ്ങനെ പെണ്ണ് കാണാൻ വന്നു. അങ്ങനെയായിട്ട് പെണ്ണ് കാണാൻ വന്നു. മോള് റെഡി ആയിക്കോ, ഇനി പെണ്ണ് കാണാൻ വരാം. അമ്മ ഞാൻ കുറച്ച് ഉറങ്ങാം, റെഡി ആയിക്കോ. അങ്ങനെ റെഡി ആയിട്ട് ഡ്രസ്സെല്ലാം ഇട്ട് രാവിലെ ആയി വന്ന് കാറിൽ വരുന്നു. റോസ് ഇങ്ങനെ ഫുഡ് കഴിച്ചു കീർത്തി പറയാം മറി അത് ജ്യൂസ് ഒന്ന് കഴിക്കാൻ. അങ്ങനെ യഥാർത്ഥ റോസ് നോക്കി യഥാർത്ഥ നോക്കുമ്പോൾ ഷുഗർ ഇറങ്ങനെ കണ്ടിട്ട് ഷോക്കായി. റോസ് ബാന്ന് പോയി വന്ന് കീർത്തി ഈ റോസ് എവിടെ? റോസ് എന്തടി അങ്ങോട്ട് നോക്കുന്നത് തിരിച്ചു വീട്. റോസ് കീർത്തിക്ക് ഷോക്ക്. ഇവനാ? അതെ, രണ്ടുപേർക്ക് ഷോക്കായി പോയി. ഈ പോയി എനിക്കായില്ല. അതെ, അങ്ങനെയായിട്ട് ഫ്രണ്ട് അങ്ങനെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞത്. റോസോട് പറയായിരുന്നു കീർത്തി നീ ഒന്നും പറയണ്ട, നമുക്കെങ്ങനെ ഷോക്ക് പോലെ അവൾക്കും ഷോക്കാവട്ടെ. അങ്ങനെയായിട്ട് രണ്ടുപേരും പോയി. ഫ്രണ്ട് മോളെ വിളിച്ചോണ്ട് പെണ്ണ് അവരിൽ വന്ന് സംസാരിച്ചോണ്ടായിരുന്നു. പെണ്ണിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പെണ്ണിനെ വിളിച്ചോണ്ട് രണ്ടുപേരും വിളിച്ചോണ്ട് വരാം. അവർ രണ്ടുപേരും മീഡിയം നോക്കിയായിരുന്നു. എന്താടി മിണ്ടാതിരുന്നു? ഒന്നുമില്ല, ഈ വന്ന് നോക്ക്. അങ്ങനെ രണ്ടുപേരും ചെക്കനക്ക് അതെ മോളെ. അങ്ങനെ എല്ലാവർക്കും കോഫി കൊടുത്തു. എല്ലാവരും കുടിച്ചായിരുന്നു. പെണ്ണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പോയി. എന്താ പെണ്ണ് മീഡിയം നോക്കാത്തത്? അങ്ങനെ ചെക്കൻ സംസാരിക്കും സൗണ്ട് കേട്ട്. ഇതൊരു കെട്ട വോയിസിന് ഇങ്ങനെ മെല്ലെ ഓടി നോക്കി. അതെ, പ്രിയക്ക് ഷോക്കിന് മേലെ ഷോക്ക്. അങ്ങനെ ഷോക്കായിട്ട് റോസിനെ കീർത്തിനെ ഷോക്കാൻ തുടങ്ങി. അവരും എന്ന് പറഞ്ഞു. ഷോക്കായി. അതെ, വേറെ ആരല്ലോ ഷുഗായിരുന്നു. പെണ്ണോട് സംസാരിക്കാനുണ്ടായിരുന്നു. ചോദിച്ചു. അങ്ങനെയായിട്ട് ഒരുപാട് സംസാരിക്കട്ടെ എന്ന് പ്രിയയുടെ അച്ഛൻ പറഞ്ഞു. അങ്ങനെ മോളെ മാടിക്ക് കൊണ്ടുപോകും. അങ്ങനെ മീറ്റ കൊണ്ടുപോയിട്ട് രണ്ടുപേരും ഷുഗർ പറഞ്ഞു. എന്താ? ഒന്നുമില്ല, നിങ്ങൾക്ക് ഫോഴ്സ് മാരേജ് അല്ല, നിങ്ങൾക്ക് ഇത് ഫോഴ്സ് മാരേജ് ആവുമ്പോൾ ഞാൻ ചോദിച്ചു. ഇത് നിങ്ങൾക്ക് ഫോഴ്സാണ്, നിങ്ങൾക്ക് ഇത് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ പോയിട്ട് പറയാം എന്ന് നോക്കി. ഷുഗർ പിടിച്ചു. എന്താ? ഒന്നുമില്ല, എനിക്ക് എന്നോട് കുറച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഷുഗർ പറഞ്ഞു. ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയില്ലേ? അതെ, ഗ്രാജുവേറ്റ് ആയി. എന്നെ പ്രപ്പോസ് ചെയ്തിട്ട് ഇപ്പം എന്താ നീ വേറെയോട് സംസാരിച്ചത് എന്ന് ഞാൻ കണ്ടിരുന്നു എന്നെ. അത് എന്നാ എനിക്ക് മാരേജ് ഓക്കെയാണ്. ഷുഗർ ഇവിടുന്ന് ഒന്നും പിണ്ടാതെ പോയി. മാരേജ് ഓക്കെയാണ് ഞാൻ കണ്ടിരുന്നു പറഞ്ഞു. വേറെയോട് ആരോട് കണ്ടൊരു സംസാരിക്കുന്നുണ്ട്? മനസ്സിലാവുന്നില്ലല്ലോ. ഷുഗർ പറഞ്ഞിരുന്നു. എന്താ ഇപ്പം നടക്കുന്നത് ഇവിടെ? ഒന്നും അറിയില്ലായിരുന്നു. ഷുഗർ സ്മക്ക് ചെയ്ത് പോയി ഷുഗർ. അങ്ങനെ എന്താ ശരിക്കും സംഭവിച്ചത് നമുക്കറിയാം. അതെ, ആ ഗേളോട് ചെറുക്കനോട് ആ ചെക്കനെ പറയുന്നത് സംസാരിക്കുന്നത് കണ്ട് ഷുഗർ ടെൻഷനായിരുന്നു. ഷുഗർ മുറച്ചിട്ട് പിന്നെ ഷുഗർ പുറത്ത് പോകുമ്പോൾ ഷുഗർ ബോഡി ഗാർഡ്ക്ക് ഒരു മെസ്സേജ് അയച്ചു. ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് അതെ അവൻ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് വന്നിരുന്നു. ഹീറോയിന് സംസാരിക്കുന്ന ആ ചെക്കന് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് ആ ചെക്കന് ഗുമ്മിച്ച്. അങ്ങനെ ആ ചെക്കനോട് ഇത് എനിക്ക് ഡ്രസ്സ് ഇല്ലാതെ പറയാൻ ഞാൻ ഡ്രസ്സ് ഇല്ലാതെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് പോയി. മാരേജ് നന്നായിട്ട് നടന്നു. അങ്ങനെ കുറച്ച് ഡേയ്സ് പോയി. അതെ, ഷുഗർ പറഞ്ഞു. ഷുഗർ ഭയങ്കര ബിസി ആയിരുന്നു. അതെ, രണ്ടുപേര് വേറെ റൂമായിരുന്നു. രണ്ടുപേരും ഒക്കത്തില്ലായിരുന്നു. ഷുഗർക്ക് ഒരു നൈറ്റാകുമ്പോൾ ഷുഗർക്ക് കോൾ വന്നു. അങ്ങനെ ഷുഗർ അവിടെ നിന്ന് പോയി. ഇവനക്ക് എന്നെ ഇൻട്രസ്റ്റ് ഇല്ലേ? അവനെ ഫ്രണ്ട് പറഞ്ഞു. മച്ചി എന്തടി ഒന്നും നടന്നിട്ടില്ല? ഇല്ലടി. അതെ മച്ചി, ഞാനൊരു ഡ്രസ്സ് അയച്ചിട്ടുണ്ടോ നിനക്ക്? ഡ്രസ്സ് ഞാൻ നയിക്കാം, അടുത്തിട്ടിട്ട് ഞാൻ പറഞ്ഞു പോലെ ചെയ്യും. അങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടോ. റോസും കൃത്യം ഒരു ഐഡിയ കൊടുത്തു. ഒരു ഐഡിയ ഏടി
അത് വേണ്ട. അതിന് കീർത്തി പറഞ്ഞു, ഞാനൊരു ഐഡിയ തരാം, ആ ഡ്രസ്സ് ഞാൻ അയക്കാം. ശരി, ഓക്കെ. അതെ, റോസ് ഒരു ഐഡിയ കൊടുത്തായിരുന്നു, അതും ഓക്കെ ആയിരുന്നു. അത് എന്ത് പറഞ്ഞാൽ ഒരു സാരി എടുത്തായിരുന്നു, ഒരു സിമ്പിൾ സാരി, ഫുൾ കവർ, അതൊന്നും ചെയ്യണ്ട. അങ്ങനെ കീർത്തി ഒരു ഐഡിയ കൊടുത്തപ്പോൾ ഷുഗർ നൈറ്റ് വന്നിരുന്നു. അതെ, ഫോട്ടോ എടുക്കുന്നത് എനിക്ക് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് ഷുഗർ വന്നിരുന്നു. എന്തപ്പോൾ ഇവിടെ ആരുമില്ല? ഷുഗറിന് അച്ഛനും അമ്മയും ഇവിടുന്ന് പോയിരുന്നു. ഹീറോയും പറഞ്ഞു, അതെ ഷുഗർ ഒരു പ്ലാൻ വെച്ചിട്ടുണ്ട് ആൻറ്റി, ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ അവരും പോയിരുന്നു. ഇപ്പോൾ ഷുഗർ വന്ന് നോക്കൂ, വീട്ടിലാരുമില്ല, ലൈറ്റ് ബെഡ്റൂമിൽ പോകാൻ വർഷം ലൈറ്റ് ഇടാൻ നോക്കി ഷുഗർ ക്യാൻഡിൽ, ഫുൾ ക്യാൻഡിലായിരുന്നു. ഷോക്കായി പോയി ഷുഗർ. ഫുൾ ക്യാൻഡിൽ ഇട്ടായിരുന്നു, ഫുൾ ക്യാൻഡിൽ നൈറ്റ്. റൂം തുറന്നു നോക്കുക, ഇരുട്ടായിരുന്നു. ഷുഗർ ലൈറ്റ് ഇടാൻ പോകുമ്പോൾ ഫുൾ ക്യാൻഡിൽ. അത് ഷുഗർ ശ്രദ്ധിച്ചില്ലായിരുന്നു. വന്ന് ലൈറ്റ് ഇടാൻ പോകുമ്പോൾ ക്യാൻഡിൽ കണ്ടു ഷുഗർ ഷോക്കായി. ലൈറ്റ് ഇടാകുമ്പോൾ ക്യാൻഡിൽ കണ്ട് ഷുഗർക്ക് ഷോക്കായി പോയി. വാവ്, ബ്യൂട്ടിഫുൾ. അങ്ങനെ റൂം ലൈറ്റ് ഇട്ട് അകത്ത് വരുമ്പോൾ ഡോർ തുറക്കുമ്പോഴായിരുന്നു ക്യാൻഡിൽസ് കണ്ടിരുന്നു. അങ്ങനെ ക്യാൻഡിൽ കണ്ട് ഷുഗർ ഷോക്കായിരുന്നു. അങ്ങനെ ഷുഗർ ഇങ്ങനെ തിരിഞ്ഞു നോക്കുക, ക്യാൻഡിൽ കണ്ടായിരുന്നു. പിന്നെ പുറകിൽ ഷുഗർ ആരോ വോയിസ് കേട്ടു, ഷുഗാന്ന്. ഷുഗർ തീർന്നു നോക്ക്, ഡ്രസ്സിനെ കണ്ട് ഷുഗർക്ക് ഷോക്ക്. എന്തടി ഇത്? ഒന്നുമില്ല ഷുഗർ, അത് അമ്മ 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 എന്ത് പറഞ്ഞ? ഇല്ല, അമ്മ ബേബിനും കാര്യം പറഞ്ഞു. ഇത് കേട്ട് ഷുഗർ ഷോക്ക്. ബേബി? എനിക്കും ബേബി വേണം. അയ്യോ, ഇവളൊരു കൊച്ചുകുട്ടിയെ മതി. അങ്ങനെ ഷുഗർ കണ്ടുകാതെ അവിടുന്ന് പോയി. അങ്ങനെ ഷുഗറിനെ പിടിച്ച് കിസ് അടിക്കാൻ തുടങ്ങി. ഷുഗർ വിടടി വിടടി എന്നെ വിടടി വിടടി എന്ന് പറഞ്ഞു. അതെ, ഷുഗർ പറയുന്നു ഒന്നും അനുസരിച്ചില്ലായിരുന്നു. ഷുഗർക്ക് ഷോക്ക്. അങ്ങനെ രണ്ടുപേരും ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അതെ, രാവിലെയായി എണിച്ച്. അയ്യോ, എൻ്റെ ഇടുപ്പ് പോയി, എൻ്റെ നടു പോയി. അങ്ങനെ പറഞ്ഞു. ഷുഗർ എണിച്ചായിരുന്നു. ഷുഗർ എണിച്ചു, ഹോ ഇവളൊരു കാര്യം. ഷുഗർ എണിച്ചായിരുന്നു ഫസ്റ്റ്. ഷുഗർ എണിച്ച് ബാത്റൂം പോയി. ഷുഗർ ഫ്രഷായിട്ട് വന്നു. അങ്ങനെ ഒരു മെല്ലെ നടന്നുകൊണ്ട് പോയി. അത്ത വന്നു. അത് ഷുഗർ അച്ഛനമ്മ വന്നു. ഓക്കെ അമ്മ, എൻ്റെ ഇടുപ്പ് പോയി അമ്മ എന്ന് അത്തേ എന്ന് പറഞ്ഞു. ശരി മോളെ, വിഷമിക്കണ്ട, ഇത് കഴിച്ചോ. അങ്ങനെ ജ്യൂസ് ഓർഡർ എന്ന് കുടിച്ചിട്ട് ഡ്രിങ്ക്സ് എല്ലാം കൊടുത്തു, ജ്യൂസ് എല്ലാം കഴിക്കാൻ കൊടുത്തു. ഇങ്ങനെ ഡേയ്സ് പോയി. ഷുഗർ ഷുഗർ ഇങ്ങനെ റൊമാൻസ് പോയി. ഇങ്ങനെ വിടാതെ റൊമാൻസ് റൊമാൻസ്